കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ ഒരു 10 രൂപ 15 രൂപ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ ഫിനാൻസിൽ നമുക്ക് ഇറക്കിയുണ്ട്. അതുപോലെ റെഡ് കളറിൽ അത്യാവശ്യം കസ്റ്റ് ചെയ്ത വണ്ടിയാണ്. 2020 മോഡൽ തന്നെയാണ്. കാണാൻ വേറെ ചേല്. ഒരുപാട് ആളുകൾ കമന്റിൽ ചോദിച്ച പോലെ തന്നെ അത്രയും ബൾക്ക് കളക്ഷൻ ബൈക്കുകളുമായിട്ടാണ് ഫുള്ള് വർക്ക് ചെയ്ത വണ്ടി. ഏകദേശം ഒരു 10-45,000 റുപ്യന്റെ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. വീടിന് പേടില്ലാത്തവർക്ക് എടുക്കാം. ടാങ്ക് പെട്രോൾ കാര്യങ്ങൾ ഈ എല്ലാ കാണുന്ന വണ്ടികൾക്ക് 1,01,500 വരെ ലോൺ പാസ്സാവും. പാർട്ടിക്ക് അങ്ങോട്ട് പൈസ ആണെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. ജർക്കിങ് കാര്യങ്ങളെല്ലാം കുറവുണ്ടാവും. വൈബ്രേഷനൊക്കെ നല്ല കുറവാണ്. ബെൽറ്റ് ഡ്രൈവ് ചെയ്യല്ലേ, ഇതിങ്ങനെ എക്സ്ചേഞ്ചിലൊക്കെ വരുന്ന വണ്ടികളെ ചെയ്യല്ലോ. സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒരു ഫീൽ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഫാൻസ് ഏത് വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ്. ഓക്കെ, അതിപ്പോ 16 റുപ്യ ഉണ്ടാവുള്ളൂ. എന്നാലും ഡ്രീം ചിലപ്പോൾ 2 ലക്ഷത്തിന്റെ ആയിരിക്കും. ഗൈസ്, ഇന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഒരു അടിപൊളി വണ്ടി കളക്ഷൻ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. യെസ് ഗൈസ്, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ, അതായത് നിങ്ങൾ ഒരുപാട് ആളുകൾ കമന്റിൽ ചോദിച്ച പോലെ തന്നെ അത്രയും ബൾക്ക് കളക്ഷൻ ബൈക്കുകളുമായിട്ടാണ് ഇന്ന് നമ്മുടെ വരവ്. അതായത് സൂപ്പർ ബൈക്കിനെ പോലത്തെ V3യും അതുപോലെ തന്നെ V4ഉം അതുപോലെ തന്നെ ഡ്യൂക്ക്, NS, ഡൊമിനാർ, അങ്ങനെ പലവിധ കളക്ഷൻ. അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വണ്ടി കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മുടെ വരിക. യെസ്, നിയാസ് ബ്രോയുടെയും സഫീർ ബ്രോയുടെയും അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. യെസ്, നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെല്ലാം കൊടുക്കുക. നമ്മൾ പോളേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുതലാളായിട്ട് വന്നിട്ടില്ല. എന്താണ് മുതലുകള്? ഒരു ഗിയർലെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞ ഒരു ഗീവ് അവേന്റെ വണ്ടി വരുന്നുണ്ട്. അപ്പൊ എന്താണെന്നൊക്കെ നമുക്ക് കാണാം. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഫുൾ ആയിട്ട് നീ പറയും. വരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ എന്താണ് സാധനം നമ്മൾ നിങ്ങൾ ഫോളോവേഴ്സിന് കൊണ്ടുവന്നല്ലേ? മോനെ, ഇത് കുറച്ച് സംഗതികൾ ഉണ്ട് കേട്ടോ. ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറയാം. ഇതൊക്കെ നമ്മളെ ചെക്കന്മാർക്കുള്ളതാണ്. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ പൊളിക്കും. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു വരവാണ്. ഈ ഒരു വരവ് ഒരു ഗംഭീര വരവ് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ ഈ വണ്ടികളുടെ പ്രൈസ് കേൾക്കുമ്പോഴും നിങ്ങൾക്കുള്ള ഓഫർ കേൾക്കുമ്പോഴും നിങ്ങൾ എന്തായാലും നെട്ടും. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെ? നമ്മുടെ ചെക്കന്മാർക്ക് വേണ്ടി വെറൈറ്റി കിളിക്കുഞ്ഞ് പോലത്തെ RC, ഡ്യൂക്ക്, MT, അങ്ങനെ മൈലേജ് സെക്ഷനും സൂപ്പർ ബൈക്ക് പോലത്തെ വണ്ടികളും എല്ലാം ഇവിടെ സെറ്റാണ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തോളൂ. ഇതിന്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ്, പ്രൈസ്, അതുപോലെ തന്നെ ഡെലിവറിയുടെ കാര്യം, അതുപോലെ തന്നെ ഫിനാൻസിന്റെ കാര്യം എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഇന്ന് ഉറപ്പിച്ചിട്ട് പോകും അല്ലെ? ഇന്ന് പക്കാക്കിയാണ് പോകണം. ജാവ ഉണ്ട്, ഡൊമിനാർ ഉണ്ട്, ഒരുവിധം എല്ലാ വേരിയന്റും എല്ലാ വണ്ടികളും ഉണ്ട് അല്ലെ? ഇനിയിപ്പോ ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ നമ്മളെ ഷോപ്പിന്റെ ഉള്ളിൽ നിന്നല്ല ഇന്നത്തെ വീഡിയോ. ഷോപ്പിന്റെ ഔട്ട് സൈഡിൽ നിന്ന് ഒന്നുകൂടി വൃത്തിയിൽ എല്ലാ 360 ആംഗിളിൽ നിന്ന് കാണിച്ചു തന്നിട്ടുള്ള വീഡിയോ ആണെന്ന് അല്ലേ? അപ്പൊ നിങ്ങൾ കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ ഈ വണ്ടികൾ എടുത്താൽ മതി. നിങ്ങൾക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് തുടങ്ങാം. നമ്മളെ പ്രേക്ഷകർക്ക് ഫിനാൻസ് ഉണ്ട്, ആൾക്കാരുടെ ഡെലിവറി ഉണ്ട്, എല്ലാ ഓപ്ഷൻസ് നമ്മൾ തന്നെ ഓടിച്ചുകൊണ്ട് കുറെ സ്പെഷ്യൽ ഓഫറുകളുണ്ട്. സ്പെഷ്യൽ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ അതെല്ലാത്തിനും വേണ്ടി സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അടിപൊളി സാധനം തരാൻ പോകുന്നുണ്ട്. ഓഫറുകൾ കിടിലൻ ഫുള്ള് കണ്ടിരുന്നോളൂ മുതലുള്ളൂ. ഒരു BS3 RC സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? RC 200 ആണ്. 2015 മോഡൽ വരുന്നത്. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റിയിൽ ചെറുതായിട്ട് കസ്റ്റം ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്കൊരു ആസ്കിങ് 1.19 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അല്ലെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. BS3 നല്ല അതിന്റെ പവറും ഉണ്ടാവും. പവറിന് പവർ, ലുക്കിന് ലുക്കും, ആ ഒരു ഷേപ്പിന് ഷേപ്പും. അതായത് BS3 RC പല സ്ഥലത്തും കൂടെ ഒന്നും കിട്ടാത്തോണ്ട് പല നമ്മളെ സ്റ്റേറ്റ് വിട്ട് കളിക്കുന്നുണ്ട് അല്ലെ ആളുകള്. തപ്പിയെടുക്കുന്ന വണ്ടികളാണല്ലേ? ഓക്കെ, നമ്മളെ കൂപ്പണിന്റെ കാര്യങ്ങളും നമ്മൾ വണ്ടി എങ്ങനെ കിട്ടും എന്നുള്ളതും എല്ലാം നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഒരു വണ്ടിന്റെ ഫിനാൻസിന്റെ കാര്യം എങ്ങനെയാണ്? ഡൗൺ ഫിനാൻസ് ഒക്കെ ആകുമ്പോൾ 30K അടക്കണമെങ്കിൽ 30,000 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഓൾ കേരള നിങ്ങളെ വീട്ടുമുറ്റത്തേക്ക് നമ്മൾ വണ്ടി സെറ്റ് ആക്കി കൊടുക്കുന്ന പറഞ്ഞത്. അതാണ് ഉറപ്പ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 16 BS3 RC 200. 2016 BS3 RC 200 തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഒരു 1.29 റേഞ്ചിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. 1.29 റേഞ്ചിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. പേയ്മെന്റ് ഒക്കെ ആയിട്ട് വരാണെങ്കിൽ ഒന്നുകൂടി നമ്മൾ ചെയ്യും. എങ്ങനെ റെഡി പേയ്മെന്റ് ആയിട്ട് വരാണെങ്കിൽ ഒന്നുകൂടി നമ്മൾ റേറ്റ് നമ്മളെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ വേറെ ഡിസ്കൗണ്ട് ഓഫർ വേറെ തരുന്ന പറഞ്ഞത്. എന്തായാലും നല്ല സെറ്റ് ആണ്. ഇതും ഡൗൺ പേയ്മെന്റ് ഒക്കെയാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് 35 റേഞ്ചിലൊക്കെ ഇറക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു വണ്ടി വരുന്നു ഉള്ളിലേക്ക് RC 125 ആണ്. 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കുറച്ച് കുറഞ്ഞ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് ഒരു 1.39 റേഞ്ച്
റേഞ്ചിൽ ഇറക്കി കൊടുക്കും. 139 റേഞ്ചിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ഓണറൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? ഇത് സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ വണ്ടി കൂടിയാണ് അല്ലേ? ഓക്കെ, നല്ല അടിപൊളി മൊബൈൽ ഹോൾഡർ അതുപോലെ തന്നെ ബ്രേക്ക് 5000 റേഞ്ചിൽ വരുന്ന ബ്രംബോന്റെ ബ്രേക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി അടിപൊളിയാണ്, അത്യാവശ്യം നല്ല കളക്ഷൻ. KTM-ന്റെ RC എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കളക്ഷൻ ആണല്ലോ. അതുപോലെ തന്നെ V3-യുടെ കളക്ഷൻ ഒക്കെ കണ്ടാൽ ചെക്കന്മാർക്ക് പിരാന്ത കിട്ടും. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വണ്ടി ഭ്രാന്തമാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, വണ്ടിന്റെ ചൊറുക്ക് കാണാനും വണ്ടി കാണാനും വേണ്ടിയിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ട് നല്ല വൃത്തിക്ക് എല്ലാവരും കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള നമ്മുടെ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടി ഇതാ സമയം രാവിലെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ, നേരത്തെ എണീച്ച് വന്നിട്ട് നേരത്തെ വൃത്തിയാക്കി നേരത്തെ തന്നെ ഒതുക്കി വെച്ച് നമ്മളെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു അടിപൊളി വീഡിയോ ആക്കി എടുക്കണം വിചാരിച്ചിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ വണ്ടികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇത്രയും നേരത്തെ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളി, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തോളി. ഇതുവരെ നമ്മുടെ ചാനൽ ബെല്ലൈക്കണൊക്കെ അടിക്കാത്തവരുണ്ട്, ബെല്ലൈക്കണൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്തോളി. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, റൈസ് മോട്ടോ. യെസ്, അതിൽ നമ്മളൊരു വെറൈറ്റി സാധനമൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്തോളി. ഓക്കെ, നമുക്ക് ഈ ഒരു RC ആണെങ്കിൽ എങ്ങനെയാണ്? BS6 2020 മോഡൽ RC 200 ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത്. നമ്മളൊരു 179 റേഞ്ചിലൊക്കെ നമുക്ക് ഇറക്കി കൊടുക്കും. 179 റേഞ്ചിലൊക്കെ നമുക്ക് ഇറക്കി കൊടുക്കും അല്ലേ? നിങ്ങൾ ഈ വണ്ടിന്റെ റേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് നേക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ചെക്കന്മാർക്ക് വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടാവല്ലോ, ഓൾക്ക് ഈ വീഡിയോ മാക്സിമം ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളി, എന്നിട്ട് ഈ വീഡിയോ ബാക്കി കണ്ടോളി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 125 ആണ് 2020 വരുന്ന മോഡല്. നമുക്കൊരു 125 റേഞ്ചിലൊക്കെ ഇറക്കി 125 റേഞ്ചിലൊക്കെ ഇറക്കി എടുക്കുന്ന വണ്ടികളെ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ നിയാസ് ബ്രോ, അതായത് നമുക്ക് വണ്ടിന്റെ മെയിൻ്റെനൻസ് മെക്കാനിക്കൽ പരമായിട്ട് ടയർ കാര്യങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളൊരു അത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുള്ളൂ. ഞാൻ അതിന്റെ മുന്നേ നമ്മളെ കണ്ണുപെടാത്ത എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമ്മൾ റെഡി ആക്കി കൊടുക്കും. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് 100% ഓക്കെ നിങ്ങൾ പോയാൽ മതി. പിന്നെ 1 വീക്ക് എഞ്ചിൻ ഗ്യാരണ്ടി ഉണ്ട്, അതിന്റെ ഉള്ളിൽ എന്ത് മേജർ കംപ്ലൈന്റ് വർക്ക് അത് നമ്മൾ കൊടുക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. 100% നോക്കിയിട്ട് ചെയ്താൽ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. വീട്ടിന്റെ മുറ്റത്തേക്ക് വണ്ടിയാണ് എത്തിച്ചു നിങ്ങൾ വണ്ടി നോക്കിയിട്ട് എടുത്തോളി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് V3 വരുന്നുണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? V3 2020 21 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതിന് മുന്നേ ഞാനൊരു ഗീവ് കൊടുത്തു V3. നീറ്റ് വൃത്തിയുള്ള ഒരു വണ്ടി, അതൊക്കെ മുതലാണ്. അതെ, നമ്മളിത് വരുന്നുണ്ട് കേട്ടോ. നമ്മളിതിപ്പോ ഒരു ഇതിമൊരു ലാഭോ കാര്യങ്ങളോ ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് തരാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ കൂടിയ ആളുകളാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മോശമാക്കില്ല. ഓഫറായിട്ടും ഇതുപോലെ ഗീവ് അവേസ് ആയിട്ടാണെങ്കിലും മറ്റുള്ളതായിട്ടാണെങ്കിലൊക്കെ നമ്മൾ എന്തായാലും ഒരുപാട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. റേസ് മോട്ടോ ആണെങ്കിലും സെറ്റ് ചെയ്ത് തരും, നമ്മളൊക്കെ ആണെങ്കിലും സെറ്റ് ആക്കി തരും. ഓക്കെ, നമ്മൾ 20 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ കാര്യങ്ങൾ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്നത് 129 ആസ്ക് ചെയ്യുന്നു. 129 ആണ് ആസ്ക് ചെയ്യുന്നുള്ളൂ. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ റേഞ്ചിൽ കിട്ടാനല്ല. എങ്ങനെ 21 ഈ റേഞ്ചിൽ 21 ഈ റേഞ്ചിൽ കിട്ടാനല്ല. ഇത് കേരളം കത്തിക്കാൻ പോണ ഓഫറാണ്. നല്ല ഓഫറിൽ നല്ല ഓഫറാണ്. പൊട്ടിച്ച് കൊടുക്കുക, മാർജിനിൽ വില പൊട്ടിച്ച് കൊടുക്കുക. ചെറിയ മാർജിൻ മതി നമുക്ക് അല്ലേ? കാര്യമായിട്ട് നമുക്ക് മാർജിൻ ഒന്നും വേണ്ട. നമ്മൾ തുടങ്ങിയ ഒരു പരിപാടി എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇവര് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെ വന്ന് കണ്ടിരുന്നു, നമ്മളോട് ഇങ്ങനെ പരിപാടി തുടങ്ങാൻ പോകുന്നുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മളെ ചെക്കന്മാർക്ക് വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി കൊടുക്കാൻ നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അന്നുള്ള ഈ ഒരു ബന്ധം ഇപ്പോഴും നിലനിന്ന് പോണത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും വീഡിയോയിൽ പറഞ്ഞ അതേമാതിരി അതാണ് വേണ്ടി. നമ്മൾ ടേബിൾ ടു ടേബിൾ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ റേറ്റ് കാര്യത്തിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 2020 മോഡല്. ഓക്കെ, ഇത് നമുക്ക് ഒരു 132 ഒക്കെ ഇറക്കി കൊണ്ടുപോകാം. 132 അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ബ്ലാക്ക് കളർ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, കളർഫുൾ ആണ്. റെഡ് കളർ ഏത് കളർ ആണെങ്കിലും നമുക്ക് അടിച്ചും കാര്യങ്ങളും എങ്ങനെ കസ്റ്റം ചെയ്തും കൊടുക്കുന്ന നിങ്ങൾക്ക് കളക്ഷൻ ഇതാ ഇതിങ്ങനെ നിലത്തുനിന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും. ഇതിലില്ലാത്ത കളർ ആണെങ്കിൽ ഏത് കളർക്ക് ഏത് ക്വാളിറ്റി ഇല്ലാത്ത കളറുമാണ് സെറ്റ് ചെയ്ത് പറഞ്ഞ കളറാണ് സെറ്റ് ആക്കി തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇത് റെഡ് കളറിൽ അത്യാവശ്യം കസ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഇത് നൈസ് ആയിട്ട് 2020 മോഡൽ തന്നെയാണ്. കാണാൻ വേറെ ചേല്. ഇത് നമുക്ക് ഒരു 133 റേഞ്ചിലൊക്കെ കൊടുക്കാം. ചേലാവുമാണെന്നാ നാലാള് വരുമ്പോ നോക്കി നിൽക്കുമ്പോൾ ഐഡന്റിറ്റി ആവുമാണെന്ന് പറഞ്ഞ പോലത്തെ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി ട്ടോ. നമ്മള് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചുരുങ്ങിയ ഒരു 10 രൂപ 15 രൂപ സിവിലും കാര്യങ്ങളും പക്കയാണ്. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സിവിലും കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ ഒരു 10 രൂപ 15 രൂപ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ ഫിനാൻസിൽ നമുക്ക് V3 നമുക്ക് ഇറക്കിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 2018 മോഡല്. നമ്മൾ ആസ്ക് ചെയ്യുന്ന ഒരു 19 2018 റേഞ്ചിൽ V3 ഒക്കെ നോക്കണോർക്ക് ഇതൊക്കെ കൊടുക്കാം. ഒരു 19 അത് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വണ്ടി ഒന്ന് നോക്കി. അതുപോലെ തന്നെ പറയുമ്പോ നിങ്ങൾക്ക് ചടക്കണ്ട കേട്ടോ. V3 കാണുന്ന ആളുകൾക്ക്
അതുപോലെ തന്നെ MT ഉണ്ട്, ഡ്യൂക്ക് ഉണ്ട്, ജാവ ഉണ്ട്, ഡൊമിനാർ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ചെറുവണ്ടികളാണെങ്കിലും വലിയ വണ്ടികളാണെങ്കിലും വേറെ ഉണ്ട്, സൂപ്പർ ബൈക്കുമാണ് സെറ്റ് ആക്കി കൊടുക്കും അല്ലേ? ഏതോ നമ്മൾ സെറ്റ് ആക്കി തരും. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി. ഇവരുടെ അടുത്ത് BMW ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ അഡ്വഞ്ചർ കാര്യങ്ങള് എല്ലാ വണ്ടികളും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യാൻ തരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2019 മോഡല് എക്സ്ട്രാ ഒരു ഫോഗ് ലാമ്പ് കാര്യങ്ങൾ ചെറുതായിട്ട് കസ്റ്റം ചെയ്ത വണ്ടിയാണ്. എങ്ങനെയാണ് ടൈപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 1.28 ആ റേഞ്ചിലൊക്കെ പക്ഷെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. അതൊക്കെ ആസ്കിംഗ് പ്രൈസ് ആണ് ഈ പറയുന്നത്. നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 2018 മോഡൽ 2018 മോഡൽ ഒരു 1.8 റേഞ്ചിൽ കൊടുക്കും. 1.8 റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 21 മോഡല് പല രജിസ്ട്രേഷനിലുള്ള വണ്ടി, ഇതേപോലെ നാട്ടിലത്തെ വണ്ടിയാണ്. അതുപോലെ തന്നെ പല ജില്ലകളിലുള്ള വണ്ടികളും ഓൾ കേരള ഡെലിവറി പോലെ തന്നെ കേരള പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലേ? അതായത് കേരളത്തിലാണെങ്കിലും നല്ല മാക്സിമം വിലക്ക് നമ്മൾ പർച്ചേസ് ബെസ്റ്റ് പ്രൈസിൽ വണ്ടി വാങ്ങാനും വിൽക്കാനും നിങ്ങൾക്ക് അല്ലേ? അതാണ് കോൺടാക്ട് ചെയ്താൽ മതി. അതാണ് നമ്മളെ എക്സ്ചേഞ്ച് സൗകര്യം കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്ത് വേണമെങ്കിലും നമ്മൾ വിളിച്ചാൽ അതാണ് നമ്മളെ റൈസ് മോട്ടോ. ഓക്കെ, അതുപോലെ 2021 മോഡലാണിത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1.45 നമ്മൾ ആസ്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന V4. യെസ്, V4 ആണ്. ഇത് ഏതാണ് വെറൈറ്റി? ഒരു കുറച്ച് ഫുള്ളി കസ്റ്റം ചെയ്ത് ഇത് ലാസ്റ്റ് പറഞ്ഞത് അത്യാവശ്യം 10-40,000 രൂപ വണ്ടി ഇറക്കിയ വണ്ടി 40,000 മേലെ ചെയ്തിട്ടുള്ള വണ്ടി ഇറക്കിയിട്ടുണ്ട്. എക്സോസ്റ്റും കാര്യങ്ങളും ഫുള്ള് വരുന്ന അത് നമുക്ക് ലാസ്റ്റ് പറയാം. എന്തായാലും ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാൻ. ഓക്കെ, അതുപോലെ തന്നെ V4 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ്, ആകെ 17,000 ഓടിയിട്ടുള്ളൂ. നമുക്ക് ഒരു 1.38 കൊടുക്കും. 1.38 നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞത്. ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും. എത്ര? 5,000 രൂപ ഉണ്ടെങ്കിൽ 5,000 രൂപ വണ്ടി ഇറക്കി പോകാനാണത്. ഈ MT MTയുടെ സെക്ഷൻ ഒരു വണ്ടി ഇങ്ങനെ ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമുക്ക് ലാസ്റ്റ് എൻഡിങ്ങിൽ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ നിങ്ങൾക്ക് തരാൻ പോണ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മൾ MTയുടെ കാര്യം പറയാം. ഇത് 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് MT ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഈ ചെക്കന്മാരായിട്ടുള്ള ആളുകൾ, നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ, ഈ വണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവേ. അപ്പൊ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഓ എന്നാണോ എനിക്ക് വണ്ടി ഇങ്ങനത്തെ പോലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് വണ്ടി എടുക്കാം, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഇറക്കി കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇപ്പൊ നമ്മളൊക്കെ എല്ലാവരും സ്വപ്നം കാണുന്ന ആളുകളാണ്. അതായത് പ്രത്യേകിച്ച് വണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്വപ്നം അതെല്ലാവരും കാണുന്ന ആളുകളാണ്. അപ്പോൾ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 10,000 രൂപ ഉണ്ടാവുള്ളൂ. എന്നാലും ഡ്രീം ചിലപ്പോൾ 2 ലക്ഷത്തിന്റെ ആയിരിക്കും. അത് നമുക്കൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് കാണുന്നതാണ്. യൂത്തുമാരെ മെയിൻ ആയിട്ടുള്ള സ്വപ്നമായിട്ടുള്ള നമ്മളത് യൂത്തുകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വണ്ടികൾ ഇറക്കുന്നത്. മെയിൻ കസ്റ്റമർ യൂത്ത് ആണ്. യൂത്തിന്റെ വണ്ടികൾ നമ്മൾ ചെയ്യാറുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ഇടി. നിങ്ങൾക്ക് ഇനി ഇതിലില്ലാത്ത ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ അതുപോലത്തെ വണ്ടികൾ നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ യുവാക്കളായിട്ടുള്ള നമ്മുടെ ചെക്കന്മാർ ഇതിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഏത് വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിന്റെ വരുന്നത് 1.41 മോഡല് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 19 മോഡല് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എൻക്വയറിയാണ്. നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. പക്ഷെ നമ്മള് ചെറിയ മാർക്കറ്റ് റേറ്റിൽ നല്ല കൂട്ടിയൊന്നും പറഞ്ഞില്ല. നമ്മൾ നല്ല കുറച്ചിട്ട് ഒരു 1.26 കൊടുക്കും. 1.26 ബ്ലാക്ക് MT ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ബ്ലാക്ക് 21 മോഡൽ തീർന്നിട്ടില്ല രമണ, ഒന്നുകൂടെ ഉണ്ട്. ഓക്കെ, എത്രയാണ്? നമുക്ക് 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഒരു 1.41 ഒക്കെ ചെയ്യാം. 1.41 ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് 2019 പല രീതിയിലാണ് ഇത് കുറച്ച് കസ്റ്റം ചെയ്ത വണ്ടി. അത്യാവശ്യം കസ്റ്റമർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഒരു 1.28 റേഞ്ചിൽ കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 2020 മോഡൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. നമുക്ക് ഒരു 1.38 ആ റേഞ്ചിലൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ബ്ലാക്ക്. ഇത്രയും കളക്ഷൻ ഒക്കെ കിട്ടുന്നത് മാക്സിമം കസ്റ്റമർക്ക് ഏതാ വേണ്ടിയത് ആ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ 2019 മോഡൽ വണ്ടി. ഇത് നമുക്കൊരു 1.20 റേഞ്ചില് അല്ല 25 റേഞ്ചിൽ ചെയ്ത് കൊടുക്കാം. ചെക്കന്മാർക്ക് അത്രയും വണ്ടികളുണ്ട് ഇവിടെ നിറഞ്ഞു നിൽക്കാൻ. വണ്ടിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ 125 BS3 മോഡൽ എല്ലാ വണ്ടികളും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇത് ഡ്യൂക്ക് 200 2018 മോഡല് 1.35 റേഞ്ചിലൊക്കെ കൊടുക്കാം അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡ്യൂക്ക്. സിംഗിൾ ഓണർഷിപ്പിൽ കിട്ടാനൊക്കെ ഭയങ്കര പാടാ. ഓക്കെ, അതുപോലെ 15 മോഡൽ വണ്ടി 16 രജിസ്ട്രേഷൻ BS3 ആണ്. അത്യാവശ്യം പവറും കാര്യങ്ങളും വേണ്ടിയവർക്ക് BS3 ആണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, BS3 സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒരു ഫീൽ ആണ് കേട്ടോ. സൗണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ്, എഞ്ചിൻ നോയ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ.
ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 1.9 റേഞ്ചിൽ കൊടുക്കാം. കാരണം ഈ ഇതിന്റെ മീറ്റർ കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ്. വർക്കിംഗ് ആണ്. ചില വണ്ടി ഡ്യൂക്കിലൊക്കെ പ്രത്യേകിച്ച് മീറ്റർ കംപ്ലൈന്റ് അധികം ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുള്ളൂ. ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കസ്റ്റമറിന് അതിനുള്ള റേറ്റും കാര്യങ്ങൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഡ്യൂക്ക് 200 2016 BS3 മോഡൽ. ഇത് നമുക്കൊരു 1.12 റേഞ്ചിലൊക്കെ കൊടുക്കാം. BS3 അന്വേഷിച്ചെടുക്കാണ്ട് ചെക്കന്മാര്. ഓക്കെ, നീറ്റ് വണ്ടികളാണ്. ഇത് 125 ആണ്. പറഞ്ഞ പോലെ ചെറിയ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്കൊരു 94 രൂപ കൊടുക്കാം. 94 ലാഖിന്റെ അടിക്കും. 2019 മോഡൽ ABS കാര്യങ്ങളൊക്കെ കണ്ടാല് ഇവിടെ വേണമെങ്കിൽ സ്റ്റിക്കറൊക്കെ മാറ്റി 200 ആണ് ഒട്ടിച്ചാൽ 200 ഒട്ടിച്ചാൽ മതി. പവർ ആഗ്രഹിക്കാതെ നോർമൽ യാത്ര ചെയ്യുന്ന 40-45 മൈലേജ് കിട്ടണമെങ്കിൽ ഈ വണ്ടി പവർ വേണമെന്നുണ്ടെങ്കിൽ 200 വേണാനും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 2019 കസ്റ്റം ചെയ്ത വണ്ടി. നമ്മള് ചെറുതായിട്ട് കസ്റ്റം ചെയ്ത വണ്ടികൾ അധികം എടുക്കാറില്ല. കസ്റ്റമറിന്റെ ഇതിൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2019 മോഡൽ നമുക്കൊരു 86 രൂപ റേഞ്ചിലൊക്കെ 86 രൂപ ഒരു 10 രൂപ 12 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി ഉണ്ടാവും. 10 രൂപ ആൾ കേരള ഫിനാൻസും ആൾ കേരള ഡെലിവറി നമ്മൾ ചെയ്തരാം. മോഡലാണ് NS. അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആകെ 18,000 കൂടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊരു 1.19 റേഞ്ചിൽ 1.19 റേഞ്ചിൽ അല്ലേ? 1.19 NS ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ക വണ്ടി, ഷോറൂം കണ്ടീഷൻ. സ്റ്റാൻഡ് നട്ടും സ്റ്റാൻഡ് തട്ടണ്ട, ന്യൂട്രലാക്കിയാൽ ഗിയറിലാണ് വണ്ടി തോന്നുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 17,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഒരു ഷോറൂമിൽ നിന്നൊക്കെ ഫ്രഷ് എടുക്കാൻ മോഡലാണ് പോകുന്നോട്ടെ. 22 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല നീറ്റ് ഉണ്ട്, നല്ല വൃത്തിയുണ്ട്. ഓക്കെ, ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് ആണെങ്കിൽ ഒരു 15 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഓക്കെ, ഇതെന്താണ്? ഇത് 2020 എൻഡോർക്ക്. സ്കൂട്ടികൾ നമ്മൾ വല്ല ചെയ്യല്ലേ, ഇതിങ്ങനെ എക്സ്ചേഞ്ചിലൊക്കെ വരുന്ന വണ്ടികളെ ചെയ്യുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് കസ്റ്റമറിന് വേണമെങ്കിൽ നമ്മൾ ചോദിച്ച് ഏത് വണ്ടി അറേഞ്ച് ചെയ്തു തരും. ഇത് 2020 സെക്കൻഡ് ഓണർഷിപ്പ്. നമുക്ക് ഒരു 67 രൂപയ്ക്ക് കൊടുക്കും. 67 രൂപയ്ക്ക് ഫുൾ ക്വാളിറ്റി വണ്ടി. ഓക്കെ, അതുപോലെ തന്നെ ചെക്കന്മാര് ഓഫ് റോഡ് പയ്യന്മാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഡോമിനാർ അല്ല സോറി ഹിമാലയ എക്സ്പ്രസ് ഇങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരാം അല്ലെ, ഹിമാലയയിലേക്ക് നമുക്ക് എത്താം. നമുക്ക് ഡൊമിനാർമെന്ന് തുടങ്ങാം. ഒരു റെഡ് കളർ ചോന്ന ചോര കളർ ഡൊമിനാർ ഇവിടെ കിടക്കുന്നുണ്ട്. 400 ആണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ നല്ല ഓഫറിൽ കൊടുക്കാൻ 2018 മോഡല് 1.8 മാത്രം നമ്മൾ ആസ്ക് ചെയ്യുന്നു. 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ഉണ്ട്. നല്ല നീറ്റ്. ഒന്ന് സ്റ്റാർട്ട് ആക്കിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് കാര്യങ്ങളൊക്കെ പക്കാണ്. പവറേക്കാര സാധനം. ഫാൻസി നമ്പർ ഒക്കെ 6556. ഫാൻസി നമ്പർ ഉണ്ടല്ലേ? എല്ലാം സെറ്റ് ആണ്. ഡൗൺ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ ഒരു 10 രൂപ 15 രൂപ. നമ്മൾ ഏത് വണ്ടി ഇറക്കി കൊടുക്കാതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇത് 18 ആണ്. ഇത് കസ്റ്റമർ ബാക്കിൽ നമുക്ക് ടൂറർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമുക്ക് ഒരു 1.14 കൊടുക്കാം. 1.14 കൊടുക്കാം അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 18 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1.15 നമുക്ക് ബ്ലാക്ക് വേണ്ടി ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇത് 2020 UG മോഡലാണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ, നമുക്ക് ഒരു 1.48 കൊടുക്കും. 1.48 നമുക്ക് ഇറക്കി കൊടുക്കാം അല്ലേ? അതെ. ഇനി കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ഇരുത്ത് കൂടി ഇരിക്കൂല. അതെ, വണ്ടി വന്ന് നോക്കാം. ആദ്യം ക്വാളിറ്റിയും കാര്യങ്ങളും ഫുള്ള് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് റേറ്റ് ഒന്നും കൂടെ. ഇത് 2021 250 നമുക്കൊരു 1.34 ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. 1.34 ഉണ്ടെങ്കിൽ 2020 ചോദിച്ചാൽ വിലക്ക് നമ്മൾ 21 കൊടുക്കണേ. അതാണ് വണ്ടി. 2020 വണ്ടി. ഒരു 1.29 കൊടുക്കാം. 1.29 കൊടുക്കാം. 250 ആണ് വരുന്നത്. ഇത് എത്രയാണ് ചോദിച്ചത് ഇതിന് മുന്നേ? നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് ചോദിച്ചാണ് എല്ലാവരും. നമ്മളല്ല എല്ലാവരും ചോദിച്ചു. പിന്നെ നമ്മള് വീഡിയോ വേണ്ടി സ്പെഷ്യൽ നിങ്ങൾ കമന്റ് പറഞ്ഞോട്ടെ. നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് ആൾക്കാരുടെ ലെവലിൽ നോക്കിട്ട് പറയട്ടെ. അതെ, നിങ്ങള് പറഞ്ഞോളി റേറ്റ്. കൂടുതലുണ്ട് പേര് പറയട്ടെ. നമ്മള് കച്ചവടം പ്രശ്നമല്ല. പണ്ട് ചെറുപ്പം മുതൽ കുറെ കഷ്ടപ്പെട്ട് അതുകൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് 2020 മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് ഒരു 1.40 കൊടുക്കും. 1.40 ഗ്രീൻ വണ്ടി യൂസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? യെസ്, അത്രയും നല്ല ക്ലീൻ പച്ച കിളിക്കുഞ്ഞ് വണ്ടി എവിടെ നിന്ന് കിട്ടുന്ന അത്ര വിലക്കുറവില്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഒന്ന് കേറി ഇരിക്കട്ടെ. ഇതിമ്മ കേറി ഇരിക്കുമ്പോ തന്നെ ഒരു വേറെ ഫീൽ ഉണ്ടോ? ക്ലാസിക് ലുക്ക്. ക്ലാസിക് ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. അതെ, ഇതിന്റെ മീറ്റർ ആണെങ്കിലും ഇതിന്റെ ഈ ലുക്ക് ആണെങ്കിലും ഇതിന്റെ ഈ ഫിനിഷിംഗ് ഒരു പുതിയ മോഡലിൽ പുതിയ എഞ്ചിൻ 14,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് ആക്സിലേറ്റർ കൊടുക്കണ്ട. ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് ഒരു ബഗ്. ഓക്കെ, ഓക്കെ. ഇത് 2020 മോഡലാണ്. 14,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 1.19 റേഞ്ചിലേക്ക് കൊടുക്കും. 1.19 റേഞ്ചിൽ ഇതിന്റെ ചാവിയൊക്കെ നമ്മളെ ഈ
ഈ സൈഡിൽ താഴെയാണ് വരട്ടോ. അത് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു വെറൈറ്റി ആണ്. നമ്മൾ അറിയാതെ മറ്റുള്ള വണ്ടി ഉപയോഗിച്ചാൽ ഇവിടെ ചാവി കുറെ നോക്കും. ഒരു കിളിക്കുഞ്ഞു പോലത്തെ ഒരു തലകര ക്ലാസിക് ഐറ്റം. അതേപോലെ തന്നെ ഒരു ക്ലാസിക് വീണ്ടും ഇത് സെയിം 2020 മോഡലാണ്. ഇതിന്റെ 15 റേഞ്ചിലൊക്കെ കൊടുക്കാം. എത്ര 15 ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഫിനാൻസ് ആകുമ്പോൾ 20 രൂപ ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടി റോയൽ ആണ്. റോയൽ 350X. ഇത് ബെൽ ഡ്രൈവ് ഒക്കെ ചെയ്ത വണ്ടി, ബെൽ ഡ്രൈവ് ചെയ്ത വണ്ടിയാണ് ബെൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ബെനിഫിറ്റ് കൂടുതൽ ലൈഫ് കിട്ടും, മൈലേജ് ഉണ്ടാവും, ജർക്കിങ് കാര്യങ്ങളെല്ലാം കുറവുണ്ടാവും. ഇതാണ് ബെൽ ഡ്രൈവ്. കണ്ടോ, എല്ലാവർക്കും കുറെ ആൾക്കാർക്ക് അറിയാൻ മതിയാവും, എന്നാലും ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ. കാരണം ബെൽ ഡ്രൈവിന് മാത്രം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഇത് നല്ലതാണ്. റോയൽ എൻഫീൽഡ് വണ്ടിക്ക് പ്രത്യേകിച്ച് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഈ ഗ്ലാസ് റോയൽ എൻഫീൽഡിന്റെ പഴയ വണ്ടികൾ മൈലേജ് ഇംപ്രൂവ്, ഈ മോഡൽ എഞ്ചിൻ വരുന്ന ഈ ഒരു 350 ചെറുതായിട്ട് വൈബ്രേഷൻ ഉണ്ട്. ഇത് ഗ്ലാസ്സിൽ ഒരിക്കലും നമുക്ക് കണ്ണാണല്ല. പുതിയ മോഡൽ വലിയൊരു കുഴപ്പമില്ല. ബെൽറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം വൈബ്രേഷൻ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത്? കളർ ഓഫറാ 98 രൂപ. 98 രൂപക്ക് അല്ലേ? അതും 0 ഡൗൺ പേയ്മെന്റ് ആണ്. അതും 0 ഡൗൺ പേയ്മെന്റ്. പാർട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് ചില്ലറ അങ്ങോട്ട് കൊടുക്കണം, അങ്ങനെ 1,01,500 വരെ ലോൺ പാസ്സാവും. പാർട്ടിക്ക് അങ്ങോട്ട് പൈസ ആണെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. അതായത് 98 നമ്മൾ ചോദിച്ചോളൂ. ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറഞ്ഞാൽ, ഇത് സിംഗിൾ ഓണർഷിപ്പ്, 25,000 വണ്ടി ഓടിയിട്ടുള്ളത്, മീറ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. ഏകദേശം 1.5 1.10 മാർക്കറ്റിൽ റേറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 98 രൂപ കൊടുക്കും. 98 രൂപയ്ക്ക് 1.5 വേണമെങ്കിൽ നമുക്ക് ലോൺ ഇതുമ്പോൾ കയറ്റാം. 1.5 ലോൺ, അതായത് 0 ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന എക്സ്പൾസ് ആണ്. ചെക്കന്മാർക്ക് ഓഫ് റോഡ് കളിക്കാൻ പറ്റിയ നല്ല ഫോഗ്ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ വർക്ക്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് ഒരു 1.24 കൊടുക്കാം. 1.24 കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഹിമാലയ ബ്ലാക്ക് കളർ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമുക്ക് ഒരു 1.36 ആ റേഞ്ചിലൊക്കെ കൊടുക്കും. ആ റേഞ്ചിൽ കൊടുക്കാം അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ വീണ്ടും ഒരു വൈറ്റ് കളർ. ഇത് 2019 ഫുള്ള് സാഡിൽ സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 19 ABS വരുന്ന ടൈപ്പ് ആണ്. ഒരു 1.63 ആ റേഞ്ചിൽ കൊടുക്കാം അല്ലേ? ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹിമാലയ സെറ്റ് ചെയ്തിട്ട് ഒരു ഫിനാൻസ് ഹിമാലയ ആകുമ്പോൾ ഒരു 30-35 ലെവലിൽ നമുക്ക് ഇറക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു വൈറ്റ് ആണെങ്കിൽ ഒരു വെറൈറ്റി പേൾ വൈറ്റ് ആണ്. ഇതൊരു പേൾ, ഒരു സിൽവർ ടൈപ്പ് വരുന്നത്. 2021 മോഡലാണ്. വണ്ടി അത്യാവശ്യം ലിമിറ്റഡ് എഡിഷൻ ആണ്. അതുപോലെ നല്ല ഷോറൂം കണ്ടീഷനിലാണ് ഉള്ളത്. സിംഗിൾ ഓണർഷിപ്പ്. നമുക്കൊരു 2.10 കൊടുക്കാം. 2.10 റേഞ്ചിലോട്ട്. BS6 പുതിയ വണ്ടി ഷോറൂമിൽ ഇപ്പൊ കിട്ടാനില്ല. BS6 പുതിയ മോഡൽ കിട്ടാനില്ല. പുതിയ മോഡൽ ഇപ്പൊ ലുക്ക് മാറിയല്ലോ. ഓൾഡ് ഡിസൈനിൽ നോക്കേണ്ടവർക്ക് അത്യാവശ്യം പുതിയ മോഡലായിട്ട് നമുക്ക് പുതിയ മോഡലായിട്ട് പല ആൾക്കാർക്കും ഇതാണ് ഇഷ്ടപ്പെട്ടത്. ലുക്കിലെ കസ്റ്റം ചെയ്ത വണ്ടി കാണിച്ചിട്ടുണ്ട്. കസ്റ്റം ചെയ്ത വണ്ടി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് തരാൻ പോകുന്ന വണ്ടിയുണ്ട്. 2 വണ്ടി അല്ലേ? ഒരു വണ്ടി അതുകൊണ്ട് നമ്മളെ കസ്റ്റമറിനായിട്ട് ഇതിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ഫസ്റ്റത്തെ 100 കസ്റ്റമറിന് സെലക്ട് ചെയ്യും അല്ലേ? അതാണോ അതിന്റെ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടികൾ പർച്ചേസ് ചെയ്യുന്ന ഫസ്റ്റത്തെ 100 കസ്റ്റമർക്ക് നമ്മളൊരു കൂപ്പൺ ആയിട്ട് കൊടുക്കുന്നു. അതിന് സെലക്ടഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഒരാൾക്ക് നമ്മള് ഒരു ഗിയർലെസ് ബൈക്ക്, സെക്കൻഡ് ആയിട്ട് നമ്മളൊരു 3 ഹെൽമെറ്റും കൊടുക്കുന്നു. 3 ഹെൽമെറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്നവർക്കൊക്കെ ഓഫറാണ്. വേറെ ഓഫർ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ കാര്യങ്ങൾ ഈ എല്ലാ കാണുന്ന വണ്ടികളും. കഴിഞ്ഞ വീഡിയോയിൽ ഇതേമാതിരി മുണ്ടാതെ ഫുള്ള് കാണട്ടല്ലേ? അതായത് നിങ്ങൾക്ക് കണ്ടുപോയതൊന്നും കിട്ടൂലല്ലോ. കണ്ടുപോയതൊന്നും കിട്ടില്ല. അതായത് ഫുൾ ടാങ്ക് പെട്രോളും കൂടി ഓഫർ ഉണ്ട്. ഇത് മാരക ഓഫർ. ചെങ്ങന്മാരെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ ആവും. അല്ലെങ്കിൽ തന്നെ വില കുറച്ചിട്ട് അവര് പോരുന്നത്. അതിൽ 1,500 എണ്ണയും ഫ്രീ. അതെ, അതിൽ 1,500 എണ്ണയും ഫ്രീ കിട്ടുമ്പോഴേ അത് ഡുവൽ എക്സോസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇത് ഇവിടെ നിന്നിട്ട് കാണിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ഞാൻ മുന്നിൽ സ്റ്റാർട്ട് ചെയ്തോളി. അയ്യോ ഇതിമ ഇരിക്കുമ്പോ തന്നെ വേറെ ഫീൽ ആട്ടോ. അത്യാവശ്യം ലോവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടൊക്കെ അത്യാവശ്യം കാലകാല വൃത്തിക്കത്തുണ്ട്. ഫുള്ളായിട്ട് ലോവർ ചെയ്തുണ്ട്. ഡുവൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താണ്. മുഴക്കി വരുന്നുണ്ട് കേട്ടോ. എടാ മോനെ നോക്കിക്കേ. അയ്യോ സീൻ മോനെ. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ബാക്ക് സൈഡാ. ഡുവൽ എക്സോസ്റ്റ് ആണ്. എല്ലാ സൈഡൊന്ന് കണ്ടോളേ. മുന്നോ പൊന്തും. വേറെ ലെവലല്ലേ?
ഏകദേശം ഒരു 10-45,000 റുപ്യന്റെ വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു കാർബൺ ഫൈബർ ടച്ച് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. മൊത്തത്തിൽ പെയിന്റിങ്ങും ബോഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വർക്ക് എടുത്ത വണ്ടിയാണ്. വർക്ക് എടുത്ത വണ്ടിയാണ്. ഇതിന്റെ ഈ ഗ്ലാസ് വരുന്നത്. അതെ, ഫ്ലെയിം വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റണ്ണിങ്ങിൽ ഫ്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റണ്ണിങ് രാത്രിയാണ് അത് കാണാൻ രസമാണ്. രാത്രി നമ്മൾ ഫുൾ ത്രോട്ടിലൊക്കെ ചെയ്ത് പോകുമ്പോൾ അതിന് സെപ്പറേറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് ടയേഴ്സും കാര്യങ്ങളും ട്രാക്ക് ടയർ ആണ് വരുന്നത്. അതുപോലെ തന്നെ സൈലൻസർ ഒക്കെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഉള്ളിൽ നിന്ന് അത്യാവശ്യം നമ്മള് സ്റ്റാർട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ലോക്കൽ വർക്കെല്ലാം എടുത്തിട്ടുണ്ട്. ഓപ്പൺ ആക്കിയിട്ടാണ് വരുന്നത് അല്ലേ? ഇത് ഷോക്ക് മാത്രമല്ല, രണ്ടും വർക്കിംഗ് ആണ്. രണ്ടും വർക്കിംഗ് ആണ്. രണ്ട് എക്സോസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് കസ്റ്റം ചെയ്തൊരു വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അല്ലേ? ഇത് എംവിഡിന്റെ പേടില്ലാത്തവർക്ക് എടുക്കാം. എംവിഡിന്റെ പേടില്ലാത്തവർക്ക് അത് പ്രത്യേകം പറഞ്ഞു തരണം. അതായത് ഇന്നലെ നമ്മളൊരു സെന്നിന്റെ ഒരു ഗിവ് വീഡിയോ ഇട്ടിനു. അപ്പൊ അതിലൊരു കമന്റ് വന്ന അതെ, അതായത് നമ്മളൊരു ഒരു സെന്നിന്റെ ഗിവ് വീഡിയോ ഇട്ടിനു. അപ്പൊ അതിലൊരു കമന്റ് വന്നാണ് രസകരമായിട്ട് മോഡിഫൈ ചെയ്ത ഒരു സെന്നായിരുന്നു കൊടുത്തിരുന്നത്. ആ സെന്നിന്റെ കമന്റ് ബോക്സിൽ വന്ന സംഗതി എന്താ വെച്ചാല്, അപ്പോൾ നമ്മളെ ഓണറായിട്ടുള്ള വൺ ഡ്രൈവിന്റെ മുതലാളി പറഞ്ഞു, ഇത് ഇന്ന് ഇത് നമ്മളെ വൺ ഡ്രൈവിലാണെങ്കിൽ നാളെ അത് നിങ്ങളെ വീട്ടുമുറ്റത്ത് കയറി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വ്യക്തമെന്ന് കമന്റ് ഇടാം. ഇന്ന് വൺ ഡ്രൈവിൽ, നാളെ അത് നിങ്ങൾ വീട്ടുമുറ്റത്ത്, മറ്റന്നാൾ അത് എം വീഡിയുടെ മുറ്റത്ത് കയറാണ്ട്. അപ്പോൾ അതിൽ കമന്റ് ഇട്ടുന്നു. അതേപോലെ ആയിരിക്കും ഇതിപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ വാങ്ങാം. പക്ഷെ നിങ്ങൾ കെയർ ചെയ്തിട്ട് കൊണ്ടെടുക്കണം. ഷോ പർപ്പസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോ പർപ്പസ് ആയിട്ട് കൊണ്ടെടുക്കണം. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലായിടത്തേക്കും കൊണ്ടെടുക്കാനോ പരിപാടിക്കോ അലമ്പുണ്ടാക്കാനോ ഒച്ചപ്പാടിനോ പോകാൻ പാടില്ല. നമ്മളെ പ്രൈവറ്റ് പ്ലേസുകളിൽ നിങ്ങൾ ഷോ ആയിട്ട് കൊണ്ടെടുക്കാം അല്ലേ? ഓക്കെ, നമ്മളിപ്പോ 2019 വരുന്ന വണ്ടി. 2019 വണ്ടിയാണല്ലോ എങ്ങനെ ചെയ്ത്? വണ്ടിയിലാർ ചെറിയ പ്രൈസ് 130 കൊടുക്കും. 130 നമുക്ക് ഇത് കൊടുക്കാം. ഇതിങ്ങനെ വർക്ക് ചെയ്തത് കൊണ്ടാണ്. അത്യാവശ്യം നല്ല വർക്ക് ചെയ്യാത്ത വണ്ടികൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ റോഡ് സൈഡിലാണ്, നേരെ ഓപ്പോസിറ്റ് എയർ ഓഡിറ്റോറിയത്തിലാണ്. നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് റോഡിന്റെ സൈഡിൽ ഫുള്ള് ആളുകളാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന ഭാഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ വീഡിയോ കാണുന്ന ആളുകളുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്നൊക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അല്ലേ, അപ്പൊ ഇവരൊരു ചെറിയ ഇതുണ്ട്. കാരണം എന്താ വെച്ചാല് എല്ലാവരും ഇങ്ങനെ നോക്കിയാണ് പുറത്തുനിന്ന്. കുഴപ്പമൊന്നുമില്ല, വണ്ടികൾ കണ്ടിട്ട് നോക്കുകയാണ്. അതാണ് സംഭവം. പക്ഷെ ഒരു ആളുകളെല്ലാവരും നോക്കുമ്പോഴേ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് സംഭവം കുറച്ച് ചെറിയ കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഉഷാറാക്കിയിട്ടുണ്ട് അല്ലേ? എന്തായാലും സെറ്റാക്കാം. നമ്മൾ അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും ഒക്കെ നമ്മൾ റോഡ് സൈഡിൽ നോക്കി നമുക്കൊരു പ്രത്യേക ഒരു ക്യൂരിയോസിറ്റി ആണ് ഉള്ളിൽ കേട്ടോ. ഓക്കെ, നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നമുക്ക് ഇനിയും ഉണ്ടല്ലോ ഒരുപാട് സംഗതികൾ പറയാൻ. നമ്മൾ മെയിൻ ആയിട്ട് പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ക്ലിയർ ആക്കി കൊടുക്കും. പിന്നെ ഫിനാൻസ് ആകുമ്പോൾ സിബിൽ കാര്യങ്ങളെല്ലാം റെഡി ആണെങ്കിൽ മാക്സിമം ലോഡ് ആവും. 15 രൂപ റേഞ്ചിൽ ഏകദേശം വണ്ടികളൊക്കെ ഇറക്കാം. ഹിമാലയ അങ്ങനെയുള്ള വണ്ടികളാകുമ്പോൾ ഒരു 30 രൂപ റേഞ്ചിൽ ഇറക്കി കൊടുക്കാം. അത് പിന്നെ നമ്മൾ 2 വീക്ക് എഞ്ചിൻ ഗ്യാരണ്ടി ഉണ്ടാവും. മേജർ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്ക് അതിൽ റെഡി ആക്കിയിട്ട് കൊടുക്കാം. എഞ്ചിൻ ഗ്യാരണ്ടി ചേസ് കാര്യങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുക, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ ഈ കാണുന്ന എല്ലാ വണ്ടികൾക്കും ഫുൾ ടാങ്ക് പെട്രോൾ. നമ്മളെ കോൺടാക്സ്റ്റ് ആണ്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കാര്യങ്ങളായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ ഏതൊരാളും വണ്ടി എന്നുള്ള സ്വപ്നം കാണാത്ത ആളുകൾ പൊതുവേ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തില് മലപ്പുറത്തിന്റെ മണ്ണിലൊക്കെ ജനിച്ചവരൊന്നും ഒരിക്കലും യൂത്ത് ആയിട്ടുള്ള ഏതൊരാൾക്കും ഒരു വണ്ടി എന്നുള്ള ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പൊ വണ്ടിനെ പറ്റിയ കാര്യം വരാറില്ല. ഫോട്ടോ എടുക്കാന് വീഡിയോ എടുക്കാന് ചിലപ്പോ നമ്മുടെ ഒരു വണ്ടി ഫോട്ടോ എടുക്കാൻ തരുമെന്ന് വരെ ചോദിക്കുന്ന അവസ്ഥ. അവരുടെ ഡ്രീമാണ്. അപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരു അത്യാവശ്യം പ്രായമായി വരുന്ന ആളുകൾ മുതൽ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളെ വഴിയിൽ നിന്ന് കാണുമ്പോൾ ഹായ് പറയാറുണ്ട്. നിങ്ങളെ തന്നെ വീഡിയോസിലൂടെ പരിചയപ്പെടുന്ന ആളുകളുണ്ടോ പുറത്തുനിന്നൊക്കെ? അത് നമുക്ക് കിട്ടുന്ന വലിയൊരു ക്രെഡിറ്റ് ആണ്. എന്തായാലും നമുക്ക് ഇവിടെ നിർത്താൻ പോവാണ് അല്ലേ? ഈ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അതുകൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആക്കിയാണ് തരും. പിന്നെ നമ്മളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അതുപോലെ തന്നെ ബെല്ലൈക്കൺ വൃത്തി വെച്ചോളി. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ID റൈസ് മോട്ടോ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസും കോൺടാക്ട് മെസ്സേജ് ചെയ്താൽ ചിലപ്പോൾ റിപ്ലൈ ഉണ്ടാവില്ല. കാരണം അത്രയും മെസ്സേജ് ആണോ നിങ്ങളൊരു വീഡിയോ അറിയില്ല അവസ്ഥ. നമ്മൾ ഓഫീസ് ടൈം അല്ലാത്ത ടൈമിൽ കോൾ ചെയ്താലും നമ്മൾ അറ്റൻഡ് ചെയ്യും. അതിൽ വാട്സ്ആപ്പ് കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്താൽ അതിൽ നമുക്ക് റിപ്ലൈ സെറ്റ് ആക്കി കൊടുത്താൽ മതി. നമ്മളെ ചെക്കന്മാർക്ക് എന്തായാലും സബ്സ്ക്രൈബേഴ്സിനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണാനല്ലേ? നമ്മളെ കൂടെ നിൽക്കണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും നിങ്ങൾ ഒരിക്കലും മോശമാക്കാൻ പാടില്ല. ഒരാൾ പോലും എന്നോട് പരാതി പറയാൻ പാടില്ല. നമ്മൾ അത്രയും ക്വാളിറ്റി വണ്ടികളെ കൊടുക്കുള്ളൂ. മറ്റു വീഡിയോ ചെയ്തിട്ട് എങ്ങനെ റെസ്പോൺസ്? നിങ്ങളാ ഒരു നമ്മൾ വീഡിയോ എടുക്കാൻ വരിക എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇവിടെ ഉള്ള വണ്ടികളിൽ ഇവർ സാധാരണ ചെയ്യുന്നതിലേറെ നമുക്ക് ഒരുപാട് റേറ്റ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഫീറേ ഇവിടെ വാ,
അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നോ, നിങ്ങളും നമ്മളെ ചെക്കന്മാരെ സപ്പോർട്ട് ചെയ്യണം. ഇവര് ഈ ഒരു നേരെ എത്തിപ്പെടാനും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഒറ്റയടിക്ക് ആരും നമ്മൾക്ക് മറ്റേ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആരും നമുക്ക് പഠിച്ചോ പെട്ടെന്ന് നമുക്ക് തൊള്ളേക്ക് ബിരിയാണി വെച്ച് തരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വർക്ക് ചെയ്തതിനു ശേഷമാണ് വലിയ നിലയിലേക്ക് ഇത്രയും വണ്ടി കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിപ്പെട്ടത്. മിഡിൽ ക്ലാസ് ആണ് ഞാനും. അതുപോലെ തന്നെ എനിക്കറിയാം ഞാൻ വന്ന വഴി എങ്ങനെയാണെന്നുള്ളത്. അപ്പോ സഫീറെ, നമ്മൾ ചെക്കന്മാർക്ക് വേണ്ടിയിട്ട് വണ്ടി സെറ്റാക്കി കൊടുക്കണം, ഫുൾ സെറ്റാക്കി കൊടുക്കുന്നതാണത്. സഫീറും നിയാസിന്റെയും ഒരു ചെറിയൊരു സംരംഭമാണിത്. അപ്പൊ എന്തായാലും എല്ലാവരും കൂടെ കൂടിയോളി, നമ്മളെ സപ്പോർട്ട് ചെയ്തോളി. നല്ല നല്ല ഓഫറും അടുത്ത വെറൈറ്റികളായിട്ട് നമ്മൾ വരും അല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തോളി. അപ്പൊ നമ്മളെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കൂപ്പൺ കാണിച്ചിട്ട് ഇത് എന്താണ്, എങ്ങനെയാണ് സംഭവം? നമ്മളെ ഫസ്റ്റ് 100 കസ്റ്റമർ ഫില്ല് ചെയ്തിട്ട് നമ്മളെ ഷോപ്പില് ഇതിനായിട്ടൊരു ബോക്സും കാര്യങ്ങളുണ്ട്, അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ നല്ലൊരു ഗിയർലെസ് കൊടുക്കും. ഗിയർലെസ് അല്ലേ? സെക്കൻഡ് പ്രൈസ് ബ്രാൻഡഡ് ഹെൽമെറ്റ് കൊടുക്കും. 3 ഹെൽമെറ്റ്. പിന്നെ കൂടാതെ പെട്രോൾ ഓഫർ, കൂടി. അതാണ് ഹൈലൈറ്റ്. വേറെ ഔട്ട് ചെയ്യുന്നതാണ്, വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്തായാലും വരും. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഇതിന്റെ വീഡിയോ കാര്യങ്ങളെല്ലാം വരിക. അതായത് നമ്മൾ നിങ്ങളോട് ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡ്യൂക്ക് വേണോ, NS വേണോ, ഡൊമിനാർ വേണോ. അപ്പൊ ഒരുപാട് ആളുകൾ ഫിക്സ് ആയിട്ടുണ്ട്. കണ്ടിട്ട് ഔട്ടർ കണ്ടിട്ട് പോലെ അതെ, നമ്മളെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിരുന്നു അന്ന് ഡൊമിനാർ അല്ല, ഡ്യൂക്ക് അല്ല, NS ആയിരുന്നു. അപ്പൊ NS യുവാക്കളുടെ ഹരമായിട്ടുള്ള പവറുള്ള അതെ NS 200 ആണ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. അപ്പൊ ഒരു ഡ്രീം വണ്ടി തന്നെ ആയിരിക്കും നിങ്ങളുടെ ഇത്. എന്തായാലും കിട്ടണോന്നൊരു അർഹതപ്പെട്ട ഒരാളാട്ടെ അല്ലേ. നമ്മളെ ഫോളോ ചെയ്ത് കൂടെ നല്ലൊരു മുതൽ നമ്മളെ ഫോളോ ചെയ്ത് കൂടെ എന്തായാലും ഈ ഒരു മുതൽ നിങ്ങൾക്ക് തരാനുള്ളത്. അതുപോലെ തന്നെ വണ്ടി എടുക്കണവർക്കും ഒരു വീട്ടിലേക്ക് വേറൊരു വണ്ടി കൂടി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് നേരെ ഇവിടുന്ന് പങ്കെടുത്ത് വണ്ടി എടുത്തോളി. വിലക്കുറവുണ്ട്, പിന്നെ ഇങ്ങനത്തെ കൂപ്പണും ഉണ്ട്, എല്ലാം ഉണ്ട്, സെറ്റാണ്. അപ്പൊ എന്തായാലും ഓക്കെ, സെറ്റ് ആക്കിയോളി, നമ്മളെ കൂടെ കൂടിയോളി. ഓക്കെ, എന്നാൽ എല്ലാവരോടും ബൈ പറഞ്ഞാളി. ഓക്കെ ബൈ, താങ്ക് യു.